ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC റീസെൻറ്റ് ഇയേഴ്സിൽ കെമിസ്ട്രിയുടെ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് എന്ന ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ദ ടേം ആറ്റം? ആറ്റം എന്ന പദം ആദ്യമായി ആരാണ് മുന്നോട്ട് വെച്ചത്? ഉത്തരം ഡെമോക്രിറ്റസ്. അടുത്ത ചോദ്യം, വിച്ച് ആർ ദ ഗ്യാസസ് റെസ്പോൺസിബിൾ ഫോർ ഗ്രീൻ ഹൗസ് എഫക്റ്റ്? അതായത് ഹരിതഭവന പ്രഭാവത്തിന് കാരണമായ വാതകങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം CO2, മീഥെയ്ൻ, CFC, N2O. അടുത്ത ചോദ്യം, ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ദ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം? അതായത് ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക മുന്നോട്ട് വെച്ചത് ആരാണ്? ഉത്തരം റൂദർഫോർഡ്. അടുത്ത ചോദ്യം, ഹൂ ഈസ് ദ ഫൗണ്ടർ ഓഫ് അറ്റോമിക് തിയറി? അതായത് അറ്റോമിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം ജോൺ ഡാൾട്ടൺ. അടുത്ത ചോദ്യം, ഹൂ ക്ലാസിഫൈഡ് ദ എലമെൻറ്റ്സ് ഇൻ പീരിയോഡിക് ടേബിൾ അക്കോർഡിംഗ് ടു ദ അറ്റോമിക് മാസ്? അതായത് അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ ആവർത്തന പട്ടികയിലെ മൂലകങ്ങളെ ക്ലാസിഫൈ ചെയ്തത് ആരാണ്? ഉത്തരം മെൻഡലീവ്. അടുത്ത ചോദ്യം, ഹൂ ക്ലാസിഫൈഡ് ദ എലമെൻറ്റ്സ് ഇൻ പീരിയോഡിക് ടേബിൾ അക്കോർഡിംഗ് ടു അറ്റോമിക് നമ്പർ? അതായത് അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ആരാണ് ക്ലാസിഫൈ ചെയ്തത്? ഉത്തരം ഹെൻറി മോസ്ലി. അടുത്ത ചോദ്യം, ഹൂ ക്ലാസിഫൈഡ് ദ എലമെൻറ്റ്സ് ഇൻ ട്രയാഡ്സ്? ത്രികങ്ങളായി മൂലകങ്ങളെ വർഗീകരിച്ചത് ആരാണ്? ഉത്തരം ഡോബറൈനർ. അടുത്ത ചോദ്യം, ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ദ ലാ ഓഫ് ഒക്ടേവ്സ്? അഷ്ടക നിയമം മുന്നോട്ട് വെച്ചത് ആരാണ്? ഉത്തരം ന്യൂലാൻഡ്സ്. അടുത്ത ചോദ്യം, വിച്ച് ആർ ദ മോണോ അറ്റോമിക് മോളിക്യുലർ എലമെൻറ്റ്സ് ഇൻ പീരിയോഡിക് ടേബിൾ? അതായത് നമ്മുടെ ആവർത്തന പട്ടികയിലെ ഏക അറ്റോമിക തന്മാത്ര മൂലകങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അതിന് ഉദാഹരണം? ഉത്തരം നോബിൾ ഗ്യാസസ് അഥവാ കുലീനവാതകങ്ങൾ. അടുത്ത ചോദ്യം, വിച്ച് ആർ ദ നാച്ചുറൽ ഐസോടോപ്സ് ഓഫ് കാർബൺ? അതായത് കാർബണിൻ്റെ സ്വാഭാവിക ഐസോടോപ്പുകൾ ഏതൊക്കെയാണ്? ഉത്തരം കാർബൺ 12 ആൻഡ് കാർബൺ 13. അടുത്ത ചോദ്യം, ഹൂ ഗേവ് ദ നെയിം പ്രോട്ടോൺസ്? പ്രോട്ടോൺസ് എന്ന പേര് നൽകിയത് ആരാണ്? ഉത്തരം ഏണസ്റ്റ് റൂദർഫോർഡ്. അടുത്ത ചോദ്യം, ദ ആറ്റംസ് വിച്ച് ഹാവ് സെയിം മാസ് നമ്പർ ആൻഡ് ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പർ ഈസ് കാൾഡ് ഡാഷ്? അതായത് ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറും ഉള്ള ആറ്റത്തിനെ വിളിക്കുന്ന പേര്? ഉത്തരം ഐസോബാർ. അടുത്ത ചോദ്യം, വിച്ച് സബറ്റോമിക് പാർട്ടിക്കിൾ വാസ് ഡിസ്കവേർഡ് ബൈ തോംസൺ? ആറ്റത്തിൻ്റെ ഏത് കണത്തെയാണ് തോംസൺ കണ്ടെത്തിയത്? ഉത്തരം ഇലക്ട്രോൺ. അടുത്ത ചോദ്യം, വിച്ച് ഐസോടോപ്പ് ഓഫ് ഹൈഡ്രജൻ ഡസൻറ്റ് ഹാവ് എ ന്യൂക്ലിയസ്? ഹൈഡ്രജൻ്റെ ഏത് ഐസോടോപ്പിനാണ് ന്യൂക്ലിയസ് ഇല്ലാത്തത്? ഉത്തരം പ്രോട്ടിയം. അടുത്ത ചോദ്യം, വിച്ച് ഐസോടോപ്പ് ഓഫ് ഹൈഡ്രജൻ ഹാവ് മാസ് നമ്പർ 2? മാസ് നമ്പർ 2 ഉള്ള ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ഏതാണ്? ഡ്യൂട്ടീരിയം. അടുത്ത ചോദ്യം, ഡാഷ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് മോണോ അറ്റോമിക് മോളിക്യൂൾ? ഉത്തരം ഹീലിയം. അതായത് ഏക അറ്റോമിക തന്മാത്രയ്ക്ക് ഒരു ഉദാഹരണമാണ് ഹീലിയം. അടുത്ത ചോദ്യം, ഹൗ മെനി ഇലക്ട്രോൺസ് വിൽ ബി ദെയർ ഇൻ ദ എൽ ഷെൽ ഓഫ് ആൻ ആറ്റം ഹാവിംഗ് അറ്റോമിക് നമ്പർ 11? അതായത് അറ്റോമിക നമ്പർ 11 ഒരു ആറ്റത്തിൻ്റെ എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ കാണും? ഉത്തരം 8. അതായത് 2,8,1. കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, എം ഷെല്ലിൽ 1 ഇലക്ട്രോൺ. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ ചാർജ്ലെസ് പാർട്ടിക്കിൾ ഓഫ് ആറ്റം? ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ഏതാണ്? ഉത്തരം ന്യൂട്രോൺ. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ ആറ്റം? ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം ഏതാണ്? ഉത്തരം പ്രോട്ടോൺ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് അറ്റോമിക് മാസ് ബിറ്റ്വീൻ ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ ഇൻ എ വാട്ടർ മോളിക്യൂൾ? ഒരു ജലതന്മാത്രയിലെ ഓക്സിജൻ്റെയും ഹൈഡ്രജൻ്റെയും അറ്റോമിക് മാസ് തമ്മിലുള്ള റേഷ്യോ 1:8.
അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്മിഷൻ ദാറ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു ദ മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ്? അതായത് തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപപ്രേഷണം ചെയ്യപ്പെടുന്ന രീതി. ഉത്തരം കൺവെക്ഷൻ അഥവാ സംവഹനം. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 1 മോളിക്യൂൾ ഓഫ് വാട്ടർ? ഉത്തരം 3. അതായത് ഒരു ജലതന്മാത്രയിൽ എത്ര ആറ്റം ഉണ്ട്? ഉത്തരം 3. 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും. അടുത്ത ചോദ്യം, ആറ്റംസ് ഓഫ് സെയിം എലമെൻറ്റ് ഹാവിംഗ് സെയിം അറ്റോമിക് നമ്പർ ആൻഡ് ഡിഫറെൻറ്റ് മാസ് നമ്പർ ഈസ് കാൾഡ് ഡാഷ്. അതായത് ഒരേ മൂലകത്തിൻ്റെ ആറ്റം പക്ഷേ അവയുടെ അറ്റോമിക് നമ്പർ ഒരേപോലെയും മാസ് നമ്പർ വ്യത്യസ്തവുമായിരിക്കും. അങ്ങനെയുള്ള ആറ്റങ്ങൾക്ക് പറയുന്ന പേരാണ് ഐസോടോപ്സ്. ഇനി ഐസോടോപ്പുകളുടെ ചില പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഐസോടോപ്സ് ദേ ഹാവ് സെയിം അറ്റോമിക് നമ്പർ, ഡിഫറെൻറ്റ് മാസ് നമ്പർ, സിമിലർ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ഡിഫറെൻറ്റ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. അതായത് അവയ്ക്ക് ഒരേ അറ്റോമിക് നമ്പർ ആയിരിക്കും, വ്യത്യസ്ത മാസ് നമ്പർ ആയിരിക്കും, ഒരേ ഭൗതിക ഗുണങ്ങളായിരിക്കും, വ്യത്യസ്ത രാസഗുണങ്ങളായിരിക്കും. അടുത്ത ചോദ്യം, വിച്ച് ആർ ദ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് കോവാലൻറ്റ് കോമ്പൗണ്ട്സ്? അതായത് സഹസംയോജക സംയുക്തങ്ങളുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ആൻസർ, ദേ എക്സിസ്റ്റ് ആസ് സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസസ്. അവ ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ കാണപ്പെടുന്നു. അടുത്ത പോയിന്റ്, ഡസൻ ഡിസോൾവ് ഇൻ വാട്ടർ. ജലത്തിൽ ലയിക്കുന്നില്ല. അടുത്ത പോയിന്റ്, ഡസൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അതായത് വൈദ്യുതി കടത്തിവിടുന്നില്ല. അടുത്ത ചോദ്യം, വിച്ച് കെമിക്കൽ കോമ്പൗണ്ട് ഈസ് ആഡഡ് ഇൻ ദ ഐസ് പ്ലാന്റ് ഫോർ റെഡ്യൂസിങ് ദ ടെമ്പറേച്ചർ ടു മേക്ക് ഫ്രീസിങ് റാപ്പിഡ്? അതായത് ഐസ് നിർമ്മിക്കുന്ന സമയത്ത് ഐസ് വേഗത്തിൽ ഘനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി നമ്മൾ എന്താണ് ചേർക്കുന്നത്? ഉത്തരം അമോണിയം ക്ലോറൈഡ്. അടുത്ത ചോദ്യം, ഹൗ മെനി ആറ്റംസ് ആർ ദെയർ ഇൻ 1 gram ആറ്റം ഓഫ് ഓക്സിജൻ? 1 gram ഓക്സിജൻ ആറ്റത്തിൽ എത്ര ആറ്റംസ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. ഉത്തരം 6.022 × 10⁻23. അതായത് അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ്. അടുത്ത ചോദ്യം, വിച്ച് ഹാഡ്രോണിക് സബ് പാർട്ടിക്കിൾ ഈസ് മെയ്ഡ് ഫ്രം ഈക്വൽ നമ്പർ ഓഫ് ക്വാർക്സ് ആൻഡ് ആൻറ്റി ക്വാക്സ്? അതായത് തുല്യ എണ്ണം ക്വാർക്കുകളും ആൻറ്റി ക്വാർക്കുകളും ചേർന്ന് നിർമ്മിതമായ ഹാഡ്രോണിക് സബ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ കണിക ഏതാണ്? ഉത്തരം മീസോൺ. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ സ്മാളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എ സബ്സ്റ്റൻസ് വിച്ച് റിറ്റെയിൻ ഓൾ ഇറ്റ്സ് പ്രോപ്പർട്ടീസ്? അതായത് ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും നിലനിർത്തുന്ന ഏറ്റവും ചെറിയ കണിക ഏതാണ്? ഉത്തരം മോളിക്യൂൾ. അടുത്ത ചോദ്യം, ഹൂ ഡിസ്കവേർഡ് ന്യൂട്രോൺ? ജെയിംസ് ചാഡ്വിക്. ആരാണ് ന്യൂട്രോൺ കണ്ടെത്തിയത്? ഉത്തരം ജെയിംസ് ചാഡ്വിക്. അടുത്ത ചോദ്യം, ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് പ്ലം പുഡിംഗ് മോഡൽ ബൈ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്സ്? അതായത് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ പ്ലം പുഡിംഗ് മോഡൽ മുന്നോട്ട് വെച്ചത് ആരാണ്? ഉത്തരം J.J. തോംസൺ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞാൻ ഇതുപോലുള്ള ടോപ്പിക് വൈസ് PYQs ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ. ഓക്കെ, താങ്ക് യു.